ഭിന്നശേഷിക്കാർ നമ്മുടെ സമൂഹത്തിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി അവരുടെ ഉപജീവന മാർഗം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ആറന്മുളയ്ക്ക് സമീപം ആഞ്ഞിലിമുക്ക് എന്ന സ്ഥലത്താണ്. ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്ന മിനി എന്ന ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ചേച്ചി ഭിന്നശേഷിക്കാരിയാണ്. പക്ഷേ ഭിന്നശേഷി എന്നതുകൊണ്ട് മാത്രം തൻ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ആ ചേച്ചി ശ്രമിച്ചില്ല. സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി അവർ ജീവിക്കുകയാണ്. ചേച്ചി നമസ്കാരം. പന്തളത്താണല്ലേ വീട്? പന്തളത്ത് നിന്നും ഇത്രയും ദൂരെ ഈ ആഞ്ഞിലിമുക്ക് എന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ലോട്ടറി കച്ചവടം നടത്താൻ കാരണമായത് എന്താണ്? കാരണം ഞാൻ നേരത്തെ വണ്ടിയിലായിരുന്നു. അപ്പോൾ വണ്ടി കേടായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നല്ലതാണെന്ന് കണ്ടു. അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നു. ചേച്ചിക്ക് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ കാലിനാണ് കുഴപ്പമുള്ളത്? ആന്നു, കാലിനാണ്, ഇടത് കാലിന് മൊത്തത്തിൽ പൂർണ്ണമായി തളർന്നതാണ്. നേരത്തെ മുച്ചക്രവാഹനത്തിൽ എല്ലായിടങ്ങളിലും പോകുമ്പോൾ പക്ഷെ ഇവിടെ വന്നപ്പോൾ മാത്രം കൂടുതൽ കച്ചവടം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. ഒരു വർഷത്തിൽ മേലായി ഇവിടെ കച്ചവടം ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു സഹകരണം എങ്ങനെ? ഒപ്പം ഈ റോഡിൽ കൂടി പോകുന്ന യാത്രക്കാരൊക്കെ നല്ല സഹകരണമാണ്. അല്ല, ഒരു കുഴപ്പമില്ല. അവരെല്ലാം എനിക്കൊപ്പം തന്നെ ഉണ്ട്. സഹകരണം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, 2 ആങ്ങള, പിന്നെ ഒരു ചേച്ചിയുണ്ട്. എല്ലാവരും ഉണ്ട്. അവരെല്ലാം വേറെ വേറെയാണ്. അവരെല്ലാം സഹായിക്കുമെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കണമെന്ന് തോന്നി. അതെ, അധ്വാനിച്ച് സ്വന്തമായിട്ട് നിൽക്കാനാണ് ഇത്. ഇപ്പം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് അവിടെ തന്നെയാണ് കച്ചവടം ഇവിടെ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്? ഇവിടെ അടുത്താണ്. എങ്ങനെയുണ്ട്? എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിൽ എപ്പോഴെങ്കിലും നിരാശ തോന്നാറുണ്ടോ? അതോ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം തന്നെയാണോ? ഒരു കിടക്കാടും വേണമെന്നുണ്ട്. ഒരു 3 സെന്റ് സ്ഥലം, ഇത്രയും എനിക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും ഈ കച്ചവടം കൊണ്ട്? ഇതിൽ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ചേച്ചി കണ്ണ് നിറയണ്ട. അല്ല, കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നു. പിന്നെ DAPC-കാരാണ് എന്നെ സഹായിച്ചത്. സുരേഷ് കുമാർ സാർ പറഞ്ഞിട്ടാണ് ഇത് നടത്തുന്നത്. പിന്നെ DAPC-ന്ന് എനിക്ക് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ. ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടിലാണ്. പിന്നെ എല്ലാവരും എന്നെപ്പോലെ ജീവിക്കുന്നവരാണ്. നമുക്കതല്ലേ പറയാൻ നോക്കൂ. ഇന്നും ഇല്ലാത്തവരുമുണ്ട്. അതായത് പോരായ്മകൾ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അതാണ് മറ്റുള്ളവരോട് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. എല്ലാവരും ജീവിക്കണം. ഞങ്ങളെപ്പോലുള്ളവർ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകരുത്. അത്രേ ഉള്ളൂ. അതാണ്. ഒരു ദിവസം എത്ര ടിക്കറ്റ് വരെയൊക്കെ വിൽക്കും സാധാരണ? ഇത് 120 ടിക്കറ്റ് 3 മണിക്ക് മുന്നേ വിൽക്കും. അത് ഇവിടെ ഉള്ളവരുടെ സഹകരണം കൊണ്ടാണേ. ചോറൊക്കെ എങ്ങനെ ഉച്ചയ്ക്ക് കൊണ്ടുവരുമോ? വീട്ടിൽ പോയാൽ എപ്പോഴാ പന്തളത്തേക്ക് സ്വന്തം വീട്ടിലേക്കൊക്കെ എപ്പോൾ പോവും? അത് ഇതുപോലെ ആരുടെയും ആശ്രയത്തിൽ അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. എപ്പോഴും പോകാനൊക്കത്തില്ലല്ലോ. അല്ലെ പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് പോകുമ്പം 400-450 രൂപ വണ്ടിക്കൂലിയാണ്. എപ്പോഴെങ്കിലും മനസ്സിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു അവസ്ഥയായി പോയല്ലോ, അങ്ങനെ പരിതപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചേച്ചിയെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങി ജീവിക്കാം. അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ അവരെ കണ്ടു. എല്ലാവരും എനിക്കിത് തന്നു, പോകാം. അങ്ങനെ സമൂഹത്തിൽ ഏത് തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അതാണ് മിനിച്ചേച്ചി പറയുന്നത്. പലപ്പോഴും മിനിച്ചേച്ചി ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും ആ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി മിനിച്ചേച്ചി സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കുകയാണ്. തൻ്റെ പോരായ്മകൾ അത് തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സഹതാപമോ മിനിച്ചേച്ചി പ്രതീക്ഷിക്കുന്നില്ല. മിനിച്ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.